ഹലോ, ജപ്പാനിൽ നിന്നുള്ള ഈ ട്രിപ്പിലെ അവസാനത്തെ ശാന്തസുന്ദരമായ പ്രഭാതമാണ് കേട്ടോ. ശാന്തസുന്ദരമായ പ്രഭാതമൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു 5 മണിക്കാകുമ്പോൾ നമ്മളിപ്പോൾ ഈ താമസിച്ച അപ്പാർട്ട്മെൻറ്റ് തൊട്ടപ്പുറത്താണ് ട്രെയിനിൻ്റെ ട്രാക്ക്. അപ്പോൾ ആ ശാന്തം അങ്ങോട്ട് പോകും, പിന്നെ സുന്ദരം മാത്രമായിരിക്കും. ഇതേ അടുത്ത ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ സമയം 6:30 മണി കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഇവിടുത്തെ 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മെട്രോ സ്റ്റേഷനെത്തും. അവിടുന്ന് ട്രെയിനിന് നമുക്ക് ഇവിടെ പോകണം, ഹനേഡ എയർപോർട്ട്. നരിറ്റ എയർപോർട്ടാണെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. ഹനേഡ ആയതുകൊണ്ട് നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ പറ്റും. ഒരു 8 മണിക്കൊക്കെ എത്തിയാൽ മതി. എനിക്ക് 10:55 നമ്മുടെ ഫ്ലൈറ്റ്. റേച്ചേട്ടന് പിന്നെയും ഒരുപാട് സമയം അവിടെ ഇരിക്കണം. 3 മണി വരെ ഇരിക്കണം. ഇപ്പോൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇപ്പം തന്നെ ഇറങ്ങിയത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ എങ്ങോട്ട് പോകണമെങ്കിലും നമ്മുടെ ആൻസംബ്രോ കൂടെ വേണം. ഞാൻ നിങ്ങളോട് പറഞ്ഞതില്ലേ, എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് വൈഫൈ ബോക്സ് അത് ആൻസംബ്രോൻ്റെ കയ്യിലുള്ളത് കാരണം നമ്മൾ രണ്ടുപേരും സിം എടുത്തിട്ടില്ല. സാധാരണ ഏതൊരു പുതിയ രാജ്യത്ത് പോയാലും നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി അവിടുത്തെ ഒരു സിം എടുക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ ആൻസംബ്രോ ഇല്ലാതെ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പുള്ളി നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് വരും. പക്ഷേ വൈഫൈ അത് ഷെയർ ചെയ്തിട്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല, ഹാങ് ചെയ്യുക അങ്ങനത്തെ സംഭവം? ഇല്ല, ഒരു കുഴപ്പമില്ല. നല്ല ഹൈ സ്പീഡ് സംഭവം കേട്ടോ. നമ്മുടെ ഫോണിൽ അൺലിമിറ്റഡ് ഡാറ്റ ഉള്ളത് പോലെ ഇത്രയും ദിവസം ഉപയോഗിച്ച് നമ്മൾ ഓരോ പ്രാവശ്യം ഈ വഴി നടക്കുമ്പോൾ ഈ വീട് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. എന്ത് ക്യൂട്ടായിട്ടുള്ളൊരു സിംഗിൾ വീടാണെന്ന് അറിയോ. എന്ത് രസമാണ് കാണാൻ. നോക്കി, അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരു ഗേറ്റ് കണ്ടോ, ഇതിനോട് പാർക്കിംഗ് സ്പേസ് ഉണ്ട്, ഒരു റാമ്പ് അങ്ങനെ ഉണ്ട് പുറകിലേക്ക്. നമുക്ക് നല്ല ഭംഗിയുള്ളൊരു വീടല്ലേ ഇത്. കണ്ടോ, സ്ട്രീറ്റുകളിലൊക്കെ വെച്ചിട്ടുള്ള ഈ ഫോട്ടോ കണ്ടോ, ചെറി ബ്ലോസമിൻ്റെ സീസൺ സമയത്തുള്ള ഫോട്ടോസാണ്. എനിക്ക് തോന്നുന്നത് ജപ്പാനിലെ ഏറ്റവും തിരക്കുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റ് സീസൺ ചെറി ബ്ലോസത്തിൻ്റെ ആ ഒരു സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ബൈ ഇക്കെബുക്കുറോ സ്റ്റേഷൻ. നമ്മൾ പ്രധാനമായിട്ടും 3 മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് താമസിച്ചത് കേട്ടോ. ആദ്യം വന്നപ്പോൾ ടോക്കിയോയിൽ ഇയോഗി എന്ന് പറയുന്ന സ്റ്റേഷൻ, പിന്നെ ഒസാക്കയിൽ ടെനോജി എന്ന് പറയുന്ന സ്റ്റേഷൻ, പിന്നെ വീണ്ടും ടോക്കിയോയിൽ വന്നതിന് ശേഷം ഇക്കെബുക്കുറോ. അങ്ങനെ നമ്മൾ അവസാനത്തെ മെട്രോ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ. ഇപ്പം കണ്ടോ, അധികം ആൾക്കാരൊന്നും കാണാനല്ല, പക്ഷേ ജസ്റ്റ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇവിടം ജനസാഗരമായിരിക്കും കേട്ടോ. ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവിടെ ശരിക്കും നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ നമ്മുടെ മുംബൈയിലെ സബർബൻ ട്രെയിനൊന്നും എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് അത് വലിയൊരു പുതുമയൊന്നും ഉണ്ടാവില്ല. And Tokyo will soon arrive on track number 7 for your seat. അങ്ങനെ 2 ട്രെയിൻ കയറിയിട്ട് ജപ്പാൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കറക്റ്റ് 1 മണിക്കൂറത്തെ യാത്ര കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഹനേഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ നമ്പർ 3 സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടോ. അവസാനത്തെ ട്രെയിൻ ടിക്കറ്റും ആ കുറ്റിയിലേക്ക് നിക്ഷേപിച്ച് വെച്ചു. നമ്മൾ മടങ്ങാണ്. നമ്മൾ ആ ടിക്കറ്റ് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു ഡോറ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് എത്തിയിട്ടോ. എന്താ കണക്ടിവിറ്റി അല്ലേ അല്ലേ? 3 ടെർമിനലും പോവുകയും ചെയ്യും. അതാണ് 3 2 1 മോഡേൺ എയർപോർട്ടുകളെല്ലാം അങ്ങനെയല്ല. അതാണ്. പക്ഷെ അതിന്റെ സൗകര്യം നമ്മളിങ്ങനെ അനുഭവിക്കുമ്പോഴേ ഒരു കുളിരാണ്. വ്യത്യാസം അതെ, ഭാവിയിൽ നമുക്കും കേരളത്തിലൊക്കെ ഇങ്ങനത്തെ അല്ലേ ഇങ്ങനെയായിരിക്കാൻ പറ്റിയല്ല. ഒരു ട്രെയിൻ ഇറങ്ങിയിട്ട് അടുത്ത ട്രാൻസ്ഫർ ചെയ്തിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അകത്തേക്ക് പോയി ഇറങ്ങുന്ന ഒക്കെ ഒരു സ്വപ്നം അല്ലേ? അങ്ങനെയായിരിക്കാൻ പറ്റില്ല. കാലത്തിനൊപ്പം നിങ്ങൾക്ക് പറ്റില്ല. ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം നീ ഉള്ളൂ. അതെ. അപ്പോൾ ടൈം കറക്റ്റാണ്. 8 മണിക്കൂർ എത്തുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു 5 മിനിറ്റ് മുമ്പ് എത്തി. 7:50 എത്തി. 7:50 10 മിനിറ്റ് എത്തി. അടിപൊളി, കറക്റ്റ് ടൈമിംഗ് ആണല്ലോ. ഞാൻ പോവാണ്. ശരി എന്നല്ലേ. അൻസൻ ബ്രോ, നൈസ് ടു മീറ്റ് യു ബ്രോ. അൻസൻ ബ്രോ ആയിരുന്നു നമ്മുടെ ഈ ജപ്പാൻ ട്രിപ്പിലെ വനിത സുഹൃത്തും വഴികാട്ടി. പുള്ളിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഈസി ആവില്ലായിരുന്നു, നമ്മൾ ഇത്രയും സ്ഥലങ്ങളിലേക്ക് എത്തില്ലായിരുന്നു അല്ലേ? ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. Good meeting you. Sure. നമുക്ക് അമേരിക്കയിൽ കാണണം. അപ്പൊ അങ്ങനെ ശരി, നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്ത കാര്യമാണ്. ഫൈനലി അത് നടന്നു. ഇനി നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണം. നമുക്ക് അമേരിക്ക വെച്ച് കാണണം. ശരിക്കും ഒരു രാജ്യത്ത് പോയിട്ടില്ല ഏറ്റവും ഷോർട്ട് ട്രിപ്പ് എൻ്റെ ഇതായിരിക്കും. ഞാൻ മിനിമം ഒരു 25-30 ദിവസം ഉണ്ടാവാറുണ്ട്. അതായത് ആദ്യത്തെ കുറച്ച് ദിവസം ടൗണിലേക്ക് ഇറങ്ങും, പിന്നെ വില്ലേജുകളിലേക്ക് ഇറങ്ങും, അങ്ങനെയൊക്കെ ഉണ്ടാവാറ് സാധാരണ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ഒന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ ആയിക്കോട്ടെ, ശരി. ഞാൻ ആയിക്കോട്ടെ.
ഇവർക്ക് കുഴപ്പമില്ല, ഒരുപാട് സമയമുണ്ട്. എനിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ സമയമായി. അപ്പോൾ നമുക്കിറങ്ങാം. പോട്ടെ, ശരി. നമ്മൾ സെൽഫ് ചെക്ക് ഇൻ ചെയ്തിട്ടോ. ഇനി ബാഗേജ് ഡ്രോപ്പ് ചെയ്യണം. അത് ഇവിടെ എവിടെയോ ആണ്. സെൽഫ് ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ബാഗേജ് ഡ്രോപ്പ് ഒക്കെ നമ്മൾ ഒറ്റക്കാണ് ചെയ്യേണ്ടത്. അതാണ് സംഭവം. അപ്പോൾ കുറച്ച് സമയം എടുത്തു ആദ്യമായിട്ടായതുകൊണ്ട്. ഞാൻ ചെക്ക് ഇൻ ചെയ്യുന്നവരെ റേറ്റ് ചേട്ടനും അൻഷംബ്രോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് അവരെ വീണ്ടും ഒന്ന് കണ്ട് ടാറ്റ പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ചെക്കിന് നിൽക്കുകയാണ്. സെക്യൂരിറ്റി ചെക്കിന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ബോർഡിംഗ് ഗേറ്റിൻ്റെ അതിൽ കൂടെയൊക്കെ നടന്ന് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാലൊന്നും ഞാൻ തോന്നിട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ. ജപ്പാൻ എയർലൈൻസ് ആണ്. അത് പറയേണ്ടതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ജപ്പാൻ എയർലൈൻസിൽ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക്. അതായത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് വിസ്താരയിലാണ്. പക്ഷേ വിസ്താരയുടെ ഇവിടെ നിന്നുള്ളത് ജപ്പാൻ എയർലൈൻസാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ഞാൻ ഇരിക്കേണ്ടത് തൊട്ടപ്പുറത്ത് ജപ്പാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ബോർഡിങ്ങിനൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഫുഡ് ഉണ്ടാവും. നല്ല എയർലൈൻസാണ്. 9 മണിക്കൂറും 10 മിനിറ്റും ഉണ്ട് കേട്ടോ പറക്കാൻ. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഇത്രയും ലോങ് ഫ്ലൈറ്റ് 9 മണിക്കൂറിൻ്റെ മുകളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ മുമ്പ് ഫ്ലൈ ചെയ്തൊക്കെ ഇങ്ങനെ കണക്ഷൻ ആയിട്ടായിരുന്നു. ഇത് സ്ട്രൈറ്റ് ടു ഡൽഹിയാണ്. അപ്പോൾ ഇവരുടെ തന്നെ ഒഫീഷ്യൽ ജപ്പാൻ എയർലൈൻസിൻ്റെ തന്നെ കാറ്ററിംഗ് കമ്പനിയാണ്. ഫുഡൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനകത്ത് ഫുഡ് കിട്ടും. പക്ഷേ ഇപ്പോൾ നല്ല വിശപ്പ്. ഇനിയൊരു 1 മണിക്കൂർ കൂടി ഉണ്ട് ബോർഡിങ്ങിന്. എന്തെങ്കിലും കഴിക്കാതെ വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ കുറേ കൗണ്ടേഴ്സ് നോക്കി. അപ്പോൾ ഞാൻ അവസാനത്തെ ഫുഡല്ലേ ഈ ട്രിപ്പിലെ ജപ്പാനിൽ. അപ്പോൾ അതും ഒരു ജാപ്പനീസ് ഡിഷ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്, ഇതുവരെ കഴിക്കാത്ത സാധനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറേ കറങ്ങി നടന്നു. ഇപ്പോൾ നമുക്കൊരു സംഭവം കിട്ടിയിട്ടോ. സ്പെഷ്യൽ ടെൻഡോൺ എന്നാണ് അതിൻ്റെ പേര് മുകളിൽ എഴുതിയിട്ടുള്ളത്. ടെൻഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പൂറ ഡോൺബുരി എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ജാപ്പനീസ് ഡിഷാണ് കേട്ടോ. അതിനകത്ത് ടെമ്പൂറ അടങ്ങിയിട്ടുണ്ട്. ടെമ്പൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള സീ ഫുഡ്സും വെജിറ്റബിൾസും ആണ്. ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് സ്റ്റീംഡ് റൈസിൻ്റെ മുകളിൽ വെച്ച് തരും. പിന്നെ അതിൻ്റെ കൂടെ ചെറിയ സൂപ്പോ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ടെൻഡോൺ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഡിഷ്. അപ്പോൾ സംഭവം ഓർഡർ ചെയ്ത് കിട്ടി. 1550 യെന്നാണ് കേട്ടോ. അതായത് ഏകദേശം 800 രൂപ. ഇതും അതിൻ്റെ കൂടെ ഒരു കൊക്കക്കോളയും വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ ഡീപ്പ് ഫ്രൈ ചെയ്തതാണ്. ഇത് ഷ്രിമ്പാണ്, ചെമ്മീനാണ്. ഇത് എഗ്ഗാണ്. അങ്ങനെ വേറൊരു മീനുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് ചോറുണ്ട്. പിന്നെ ഇതൊരു സൂപ്പ് പോലത്തെ സംഭവമാണ് കേട്ടോ. നമുക്ക് പറയുമ്പോൾ തമാശ തോന്നുമെങ്കിലും വഴുതനങ്ങല്ല ഈ വയലറ്റ് കളറുള്ള സംഭവം കത്രിക്ക. എന്തായാലും അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ സംഭവം നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് വെസ്റ്റ് ബംഗാളിലാട്ടോ. അവർ ഈ സംഗതി മിക്ക മീലിൻ്റെ കൂടെ ഇത് പൊരിച്ച് കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്തോ വെജിറ്റബിൾ. ഇതാണ് കേട്ടോ. ഇത് മത്തനാണ്. മത്തൻ KFC പോലെ ആക്കിയ സാധനം. അടിപൊളി. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മളൊന്നും ചെയ്യാറില്ലല്ലോ. എന്തായാലും കുറേ സമയം അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഈ ഫുഡ് കണ്ടുപിടിച്ച. അടിപൊളിയായി. ചോറും മത്തൻ പൊരിച്ചതും കത്രിക്ക പൊരിച്ചതും ബോയിൽഡ് എഗ്ഗ്, ചെമ്മീൻ പൊരിച്ചതും വേറെന്തോ ഒരു മീൻ പൊരിച്ചതും പിന്നെ ഒരു സൂപ്പും കൊക്കക്കോളയും. ഞാൻ എന്തായാലും റേച്ചേട്ടനോട് വിളിച്ച് പറയട്ടെ. ടെൻഡോൺ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഞാൻ പുള്ളിനെ വിളിച്ച് പറയട്ടെ. പുള്ളിക്ക് ഇവിടുത്തെ വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ഉഷാറായിട്ടോ. ഇനി 10 മിനിറ്റ് ഉള്ളൂ ബോർഡിങ്ങിന്. നമുക്ക് ഏതായാലും ഗേറ്റിലേക്ക് പോവാം. 112 നമ്മുടെ ബോർഡിങ് ഗേറ്റ്. അപ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എന്നെ നമ്മുടെ റേച്ചേട്ടനൊരു ഇതിൻ്റെ മുകളിൽ എവിടെ നിൽക്കുന്നുണ്ട്. ബോർഡ് ചെയ്യുമ്പോൾ ഒന്ന് കൈ വീശി കാണിക്കൊണ്ടു എന്ന് പറഞ്ഞിരുന്നു. എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ കാണില്ല, ഗ്ലാസ് ആയതുകൊണ്ട് അങ്ങോട്ട് കാണുന്നില്ല. ഈ ലൈറ്റ് വെളിച്ചം ആയതുകൊണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് വ്യൂ ഇല്ല. അവരവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ടാവും. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്നുണ്ടാവും. ബൈ. ഓക്കെ ബൈ. എന്തായാലും കണ്ടു കേട്ടോ. അപ്പം നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാം. ആദ്യമായിട്ട് ജപ്പാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലേക്ക് കേട്ടോ. ഹൈ. സംഗതിക്ക് ഒരു ഫ്ലൈറ്റാണ് കേട്ടോ. 53F ആണ്. അത് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കണം. കണ്ടോ, ഒരു സൈഡിൽ 2 സീറ്റ്, നടുവിൽ 4 സീറ്റ്, പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ 2 സീറ്റ് വരുന്ന രീതിയിലാണ്. അങ്ങനെ സീറ്റിലെത്തി. ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ.
അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. പിന്നെ അതാ ഇൻഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട് കേട്ടോ. ഈ ലോങ് ജേർണി ആയതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംവിധാനം ഇല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ബോറടിക്കും. ഇതിനകത്ത് നമുക്ക് ഗെയിംസും മ്യൂസിക്കും മൂവീസും ന്യൂസും അതുപോലെ ഇ ബുക്കും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഫ്ലൈറ്റിലെ അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് അതെല്ലാം പോയിട്ട് PA ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കും. അതായത് നമ്മൾ ആ ഫ്ലൈറ്റിലെ അനൗൺസ്മെൻറ്റ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ സുരക്ഷാ കാര്യങ്ങളെ കുറിച്ചിട്ട് എയർ ഹോസ്റ്റസ് വിവരിക്കുന്ന സമയത്ത് ഈ സ്ക്രീനിലും നമുക്കത് വിശദമായിട്ട് കാണിച്ചു തരും. തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ്റെ ഈ ഇൻഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതിൻ്റെ സ്ക്രീൻ ഓൺ ആകുന്നില്ല. അദ്ദേഹം കുറേ നേരം കുത്തി പിടിച്ചിട്ടൊക്കെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. നമ്മളിനി നാട്ടിലേക്ക് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിലുള്ള ഫ്ലൈറ്റ് മാപ്പ് ഒന്ന് എടുത്ത് നോക്കിയിട്ടോ. അതിനകത്ത് കുറേ രസകരമായ സംഭവങ്ങളുണ്ട്. നമുക്ക് നേരം പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു സംഭവമാണിത്. നമ്മുടെ യാത്രയുടെ എൻ്റെ റൂട്ട് അതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഇടത്തും വലത്തും ഓരോ ക്യാമറ വെച്ചിട്ട് അതിൽ നിന്നുള്ള വിഷ്വൽസ് പോലെ നമുക്ക് പുറത്തുള്ള കാഴ്ച കാണാൻ പറ്റും കേട്ടോ. പുറത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ വിഷ്വൽസ് അല്ല കേട്ടോ, 3D മാപ്പൊക്കെ പോലെ ക്രിയേറ്റ് ചെയ്താണ്. എന്നാൽ നമ്മൾ പോകുന്ന റൂട്ടിൽ താഴെ ഭൂമിയിലുള്ള സമുദ്രങ്ങളും അതുപോലെ തന്നെ പർവ്വതങ്ങളും മറ്റു ഭൂപ്രദേശങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ലെഫ്റ്റും റൈറ്റുള്ള പോലെ തന്നെ കോക്പിറ്റിലൊരു ക്യാമറ വെച്ചിട്ട് മുമ്പിലേക്ക് കാണുന്നത് പോലെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ എന്നിട്ട് വേറൊരു പേജ് ഉണ്ട്. അതിനകത്തും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടു ടൈം ടു ഡെസ്റ്റിനേഷൻ, അതായത് ഏകദേശം 8 മണിക്കൂർ സമയം ഇനി നമുക്ക് ഡൽഹിയിലേക്ക് എത്താൻ ഉണ്ട്. ഇവിടെ ആൾട്ടിറ്റ്യൂഡ് കാണിക്കുന്നുണ്ട്. അതായത് 10,308 മീറ്റർ ഉയരത്തിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് 10 കിലോമീറ്റർ. ഫീറ്റിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 33,000-ഓളം ഫീറ്റ് ഉയരത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്പീഡ് 815 km/h ആണ് നമ്മുടെ സ്പീഡ്. ഇപ്പോൾ ഇവിടെ കണ്ടോ വേറൊരു സംഭവം, ഔട്ട്സൈഡ് എയർ ടെമ്പറേച്ചർ, അതായത് 10,000 മീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ നമ്മൾ -47 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. അതായത് മിക്കവാറൊക്കെ ഫ്ലൈറ്റ് പറന്നുകൊണ്ടിരിക്കുന്നത് -50 ഒക്കെ ഡിഗ്രി സെൽഷ്യസിലാണ്. എന്തുമാത്രം തണുപ്പായിരിക്കും പുറത്തൊന്നും ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ ലോക്കൽ ടൈം ടു ഡെസ്റ്റിനേഷൻ ഈ 8:14 ഇപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെ സമയം. അതുപോലെ തന്നെ അവിടെ എത്തുന്ന സമയം അവിടുത്തെ 4:13 കേട്ടോ. ഇന്ത്യയിലെ 4:13 ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്നത്. അതുപോലെ ഡിസ്റ്റൻസ് ടു ഡെസ്റ്റിനേഷൻ 6,393 കിലോമീറ്ററാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. ഇങ്ങനെയുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഇൻഫർമേഷൻസ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ സ്ഥലകാലങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡ്രിങ്ക്സിൻ്റെ മെനു കൊണ്ടു തന്നിട്ടോ. അതായത് ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും ആയിട്ടുള്ള ഒരുപാട് ഡ്രിങ്ക്സ് അതിനകത്തുണ്ട്. നമുക്ക് അതിന് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനും ഒരെണ്ണം പറഞ്ഞു. ഈ സംഗതി കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ ആപ്പിൾ ജ്യൂസ് ആണെന്നൊക്കെ തോന്നുമെങ്കിലും സംഗതി ആപ്പിൾ ജ്യൂസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വേറെ ചെറിയൊരു പാക്കറ്റും ഉണ്ട്. നമുക്ക് കറുമുറുവനെ കഴിക്കാൻ പറ്റിയ എന്തൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. ആപ്പിൾ ജ്യൂസും കുടിച്ചു. പിന്നെ കുറച്ച് സമയം സിനിമ കണ്ടിരുന്നു കേട്ടോ. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാബിൻ ക്രൂ ഭക്ഷണം വിതരണം ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമുക്ക് ഫുഡ് കിട്ടി. ഇതാണ്ടോ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ചിക്കനും വെജിറ്റബിൾസും കുറേ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുള്ള 2-3 ടൈപ്പ് വെറൈറ്റീസ് ഓഫ് സൈഡ് ഡിഷസ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു സീ ഫുഡ് സൂപ്പ് ഉണ്ട്. ഇത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ക്യാബിൻ ക്രൂ നിർബന്ധിച്ച് എന്നോട് കുടിച്ചോ എന്ന് പറഞ്ഞ് തന്നതാണ്. പിന്നെ ഒരു ബോട്ടിൽ വെള്ളമുണ്ട്. ഇവിടെ ഒരു അടിപൊളി സാലഡ് ഉണ്ട്. അതെ, പിന്നെ ഒരു ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ഡബ്ബയുണ്ട്. പിന്നെ ഇതാ നമ്മുടെ റൈസ് ഉണ്ട്, അടിപൊളി റൈസും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് പുഴുങ്ങിയതുണ്ട്. പിന്നെ ചിക്കൻ്റെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും വേറെ ചെറിയൊരു പാക്കറ്റ് ഉണ്ട്, അതിനകത്ത് എന്താ നോക്കണം. എന്തായാലും കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉള്ള ലഞ്ച് തന്നെ കേട്ടോ ജപ്പാൻ എയർലൈൻസ് നമുക്ക് തന്നത്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കാര്യമായിട്ടൊരു പ്രതീക്ഷ ഒരിക്കലും വെക്കാറില്ല കേട്ടോ. നല്ല പ്രീമിയം എയർലൈൻസിലും അതുപോലെ തന്നെ ഉയർന്ന ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഫുഡ് കിട്ടാറുണ്ടെങ്കിലും എനിക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് കഴിച്ച ഒരു ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ കൊച്ചിയിൽ നിന്ന് വിയറ്റ്നാമിലേക്കും വിയറ്റ്നാമിൽ നിന്ന് ടോക്കിയോയിലേക്കും പോയ വിയറ്റ് ജെറ്റിൻ്റെ 2 ഫ്ലൈറ്റിലും കിട്ടിയ ഭക്ഷണം ഭയങ്കര മോശമായിരുന്നു. ഒട്ടും ടേസ്റ്റി അല്ലായിരുന്നു. വിശക്കുന്നതിന് എന്തെങ്കിലും കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇക്കാര്യത്തിൽ പലരും പല അഭിപ്രായം പറയാറുണ്ട് കേട്ടോ. അതായത് ഭക്ഷണം എത്ര നല്ലതാണെങ്കിലും ഇത്രയും ആൾട്ടിറ്റ്യൂഡിൽ ഉയർന്ന സ്ഥലത്ത് നിന്ന് കഴിക്കുന്നത് കൊണ്ട് നമുക്കത് ടേസ്റ്റ് ഫീൽ ചെയ്യില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ഭക്ഷണം ജപ്പാനിൽ നിന്ന് ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിച്ചപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിരുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്രഷ്നെസ്സും അത് അതേപോലെ തന്നെ ജപ്പാൻ എയർലൈൻസിന് നമുക്ക് ഈ ഉയരത്തിൽ 11,000 മീറ്റർ ഉയരത്തിൽ നമുക്ക് തരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഓരോ സാധനം ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ഫുഡാണ്.
ഈ ഐസ്ക്രീം പിന്നെ കഴിഞ്ഞ ദിവസം സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോൾ നമ്മുടെ സ്റ്റീഫൻ ബ്രോ പറഞ്ഞിട്ട് ഞാൻ വാങ്ങി കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇതും ഞാൻ നല്ല ആസ്വദിച്ചിട്ട് തന്നെ കഴിച്ചു. ഭക്ഷണം എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ പ്ലേറ്റൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനകത്ത് കാര്യമായിട്ട് ബാക്കിയായിട്ടുള്ളത് നമ്മുടെ ആ സീ ഫുഡ് സൂപ്പ് മാത്രമേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പ്ലേറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ക്രൂ മെമ്പർ വന്ന സമയത്ത് ഞാനിതിങ്ങനെ കൊടുത്തപ്പോൾ അതിനകത്ത് ആ ബാക്കിയിരിക്കുന്ന സീ ഫുഡ് സൂപ്പ് കണ്ടപ്പോൾ ചിരിച്ചോണ്ട് ഇത് ഇഷ്ടമായിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും ഇങ്ങനെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഭക്ഷണം നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. എന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് നോക്കിയ സമയത്ത് കൊറോണ പൊട്ടിപ്പുറപ്പെട്ട ചൈനയിലെ വുഹാൻ സിറ്റിക്ക് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. ഇനിയും ഉണ്ട് 5 മണിക്കൂറും 9 മിനിറ്റും 4113 കിലോമീറ്ററും നമുക്ക് സഞ്ചരിക്കാൻ. പിന്നീട് ക്യാബിനിലെ ലൈറ്റൊക്കെ ഓഫാക്കി ഇനി എല്ലാവർക്കും ഒന്ന് ഉറങ്ങാനുള്ള സമയമാണ്. ഞാനപ്പോൾ ജസ്റ്റ് ഉറക്കം ഒന്നും വരുന്നില്ല ഈ സമയത്ത്, എന്തായാലും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സമയം എന്തെങ്കിലും സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇൻഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഓൺ ആക്കിയിട്ടോ അതിനകത്തൊരു സിനിമ കാണാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തൊട്ടപ്പുറത്തെ സീറ്റ് ഇരിക്കുന്ന ആൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കില്ല കേട്ടോ. സാധാരണയുള്ള വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റും അപ്പുറത്തിരിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടതാണ്. പക്ഷേ ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത നേരെ മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമേ ആ വിഷ്വൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് നേരെ അപ്പുറത്തിരിക്കുന്ന ആളും ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് കാണാൻ കഴിയില്ല. ഫുൾ ഡാർക്കായിട്ടേ കാണുള്ളൂ. ഇപ്പുറത്തിരിക്കുന്ന ആളുടെ സ്ക്രീനും ഓണാണ്, നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അത് ശരിയായി. അതിനകത്തും സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എനിക്കതും കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഇതിനകത്ത് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, എത്ര ഇരുട്ടെത്തും അവർ ഉറങ്ങുകയാണെങ്കിലും ഒക്കെ. പിന്നെ ഈ ഫ്ലൈറ്റിനകത്ത് ഞാൻ കണ്ടൊരു പ്രത്യേകത ഇതിൻ്റെ വിൻഡോകളിലാണ് കേട്ടോ. സാധാരണ ഫ്ലൈറ്റിൻ്റെ വിൻഡോകളിൽ നമ്മൾ കാണുന്നത് ഒരു ഷട്ടർ ഉണ്ടാവും. അതായത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന വെളിച്ചത്തിനെ ഇല്ലാതാക്കണമെങ്കിലോ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിലോ ഒരു ഷട്ടർ ഉണ്ടാവും, അടക്കാനും തുറക്കാനും പറ്റിയ. ഈ ഫ്ലൈറ്റിന് അങ്ങനത്തെ ഷട്ടർ ഇല്ല കേട്ടോ. അതിന് പകരം ഇതിൻ്റെ ഈ ഗ്ലാസ്സിൽ തന്നെ ഉള്ളൊരു പ്രത്യേകതയാണ്. ഇത് ഇലക്ട്രോണിക് ടിൻഡ് ഗ്ലാസ് ആണ് കേട്ടോ. അതായത് ഒരു സ്വിച്ച് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ടിൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ട ഈ ഒരു വിഷ്വലിൽ കാണുന്ന 2 വിൻഡോയും 2 കളറല്ലേ. ഒന്ന് ഫുള്ളി ഓപ്പൺഡ് ആണ്, അതായത് ഫുള്ളി വൈറ്റ് ആണ്, 100% വെളിച്ചം അകത്തേക്ക് വരും. അതിൻ്റെ പുറകിൽ കാണുന്ന ഗ്ലാസ് ടിൻഡ് ചെയ്തേക്കാണ്. താഴെ കാണുന്ന ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അത് ഫുള്ളി ടിൻഡഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വെളിച്ചത്തിനെ ബ്ലോക്ക് ചെയ്യും. ഒട്ടും വെളിച്ചം അകത്തേക്ക് വരില്ല, ഡാർക്കായിട്ടിരിക്കും. അതാണ് ഇലക്ട്രോണിക് ടിൻഡ് ഗ്ലാസസ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാബിനിലെ ലൈറ്റ്സ് ഒക്കെ ഓണായിട്ടോ. അപ്പോൾ ഉറങ്ങിയിരുന്ന ആൾക്കാരൊക്കെ ഉണർന്നു. ഞാൻ കുറച്ച് നേരം കൂടി സിനിമ കണ്ടു കേട്ടോ. സിനിമയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ട് സിനിമ കാണുന്ന പരിപാടിയൊക്കെ നിർത്തി. ശരിക്കും എപ്പോഴും തോന്നാറുണ്ട്, അതായത് ഏറ്റവും വിരസമായ യാത്രയാണ് ഫ്ലൈറ്റ് യാത്ര എന്നുള്ളത് കേട്ടോ. ആ കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ് ഈ ഒരു യാത്രയിലും. ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ തലങ്ങും വിലങ്ങും നോക്കി എത്ര സമയം നമ്മളിരിക്കും, ഭയങ്കര ബോറടിയാണ്. ഇനി ഏകദേശം 2 മണിക്കൂറും 2 മിനിറ്റും ആണ് കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഉള്ളത്. ഈ സീറ്റ് പോക്കറ്റിൻ്റെ അകത്തുള്ള ഓരോ പേപ്പറിലെയും അറിയാവുന്ന ഭാഷയിലുള്ള എല്ലാ എഴുത്തും വായിച്ച് കഴിഞ്ഞു കേട്ടോ. ഇവിടെ കണ്ടോ ഇൻഫ്ലൈറ്റ് വൈഫൈ സർവീസ് ഉണ്ട്. അത്യാവശ്യമാണെങ്കിൽ നമുക്ക് വൈഫൈ കിട്ടും. 1 മണിക്കൂറിന് 800 രൂപയോളം ആവും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാബിൻ ക്രൂ വീണ്ടും എന്തോ ഒരു കഴിക്കാനുള്ള സാധനം സപ്ലൈ ചെയ്യുന്നത് കണ്ടു കേട്ടോ. തുറന്നു നോക്കിയപ്പോൾ എന്തോ ഒരു സ്നാക്സ് ഉണ്ട്, പിന്നെ ജ്യൂസും ഉണ്ട്. നേരത്തെ പോലെ തന്നെ ആപ്പിൾ ജ്യൂസാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ സാൻഡ്വിച്ചൊക്കെ പോലത്തെ ഒരു സംഭവം ഉണ്ട്, പിന്നെ ഒരു ബ്രോക്കോളിൻ്റെ പീസ്, വേറെ എന്തോ സംഭവം, ഒരു കുഞ്ഞി തക്കാളി, ഇതൊക്കെയാണ്. എന്തായാലും എല്ലാ സാധനവും ഭയങ്കര ടേസ്റ്റും ഫ്രഷുമാണ്. അതുകൊണ്ട് കഴിക്കാനുള്ള സംഭവമൊക്കെ നമ്മൾ നന്നായി ആസ്വദിച്ചിട്ട് കഴിച്ചു, ജ്യൂസും കുടിച്ചു. പിന്നെ കുറച്ച് സമയം കൂടി ബോറടിച്ചിരുന്നിട്ട് വെറുതെ ഒന്ന് സ്ക്രീനിൽ നോക്കിയപ്പോൾ കണ്ടു 265 കിലോമീറ്റർ മാത്രം ദൂരത്ത് ന്യൂഡൽഹി ഉണ്ട്. സമയം വെറും 27 മിനിറ്റ്. അരമണിക്കൂർ താഴെ സമയം ആയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ വിമാനം ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങി കേട്ടോ, താഴേക്ക് വരാൻ തുടങ്ങി. സ്ക്രീനിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ആൾട്ടിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. ആൾട്ടിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഈ ഒരു മൊമെൻറ്റിൽ ഗ്രൗണ്ട് സ്പീഡ് 776 കിലോമീറ്റർ ആണ്. ആൾട്ടിറ്റ്യൂഡ് 7300 താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വെറും 145 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അടുത്ത 17 മിനിറ്റിൽ നമ്മൾ ലാൻഡ് ചെയ്യും. അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് 7000 മീറ്ററിൽ താഴെ എത്തി. ഈ സമയത്ത് 5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. സ്പീഡ് 434 കിലോമീറ്റർ പെർ ഹവർ ആണ്. 3000 താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആൾട്ടിറ്റ്യൂഡ്. ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് തയ്യാറായി. ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരം 4:30 മണിയാണ് പ്രാദേശിക സമയം. അതുകൊണ്ട് തന്നെ അസ്തമയ സൂര്യന്റെ വെളിച്ചം ഫ്ലൈറ്റിനകത്തേക്ക് വിൻഡോകളിൽ കൂടി നന്നായി വരുന്നുണ്ട്. ഇനി വെറും 28 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ലാൻഡ് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. ആൾട്ടിറ്റ്യൂഡ് 1000 മീറ്റർ താഴെ എത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് സ്പീഡ് ഇപ്പോൾ 338 കിലോമീറ്റർ മാത്രമാണ്. ഡിസ്റ്റൻസ് ടു ഡെസ്റ്റിനേഷൻ വെറും 4 കിലോമീറ്റർ മാത്രം. അങ്ങനെ 11.5 കിലോമീറ്റർ മുകളിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങി. എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയി. എനിക്ക് ഇവിടെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു ടിക്കറ്റ് എടുത്തത് കേട്ടോ. ഒരു നൈറ്റ് എനിക്ക് ലേ ഓവറുണ്ട് ഇവിടെ. നല്ല കേരള ഫുഡ് കിട്ടിയിട്ടോ വീട്ടിൽ നിന്ന്. നല്ല മത്തി പൊരിച്ചതും ബീഫ് പൊരിച്ചതും ചോറും പിന്നെന്തോ ബീൻസ് തോരൻ അങ്ങനത്തെയൊക്കെ സെറ്റായിരുന്നു ഭക്ഷണമൊക്കെ. എന്നിട്ടിപ്പോൾ തിരിച്ച് വീണ്ടും എയർപോർട്ടിലെത്തിട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്, 10:30 മണിയാണ്. ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. വിസ്താരയാണ് ഫ്ലൈറ്റ്, അത് കോയമ്പത്തൂർക്കാണ്. എന്താ നമ്മളെ വിസ്താര ഫ്ലൈറ്റ് താഴെ കിടക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ കോയമ്പത്തൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്കൊക്കെ വന്നു ലഗേജൊക്കെ എടുത്തിട്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ നിപ്പാണ്. ഞാൻ ബസ്സിനാണ് പോകാൻ തീരുമാനിച്ചത് വീട്ടിലേക്ക്. അപ്പോൾ ഗാന്ധിപുരത്തുള്ള നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഇവിടുന്ന് ഞാനങ്ങനെ മിക്കവാറൊക്കെ പോകാറുള്ളതാണ്. ഇവിടുന്ന് ഓല അല്ലെങ്കിൽ യൂബറൊക്കെ വെച്ചിട്ട് പോകും. ഇപ്പോൾ ഓലയിൽ 3 പ്രാവശ്യം ഞാൻ ബുക്ക് ചെയ്തേ. ബുക്ക് ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ എടുക്കും. എന്നിട്ട് ഫോൺ ചെയ്തിട്ട് പറയും എക്സ്ട്രാ 50 രൂപ വേണം, എക്സ്ട്രാ 100 രൂപ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എക്സ്ട്രാ തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ കട്ട് ചെയ്യും, കോള് കട്ട് ചെയ്യും, വരില്ല. 3 എണ്ണം ഇപ്പം അങ്ങനെ ക്യാൻസൽ ആയിട്ടോ. എന്ത് വൃത്തികേടാണെന്ന് നോക്കി. ഞാൻ ഇന്നേ വരെ ഈ ഊബർ ഓല ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് ഗാന്ധിപുരത്തേക്ക്, ഗാന്ധിപുരം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം 7 കിലോമീറ്റർ എങ്ങാണ്ടാണ്. ഊബറിലും ഓലയിലും റേറ്റ് കാണിക്കുന്നുണ്ട്, അത് എത്ര ആയാലും കുഴപ്പമില്ല. ലാസ്റ്റ് ഓല വിട്ടിട്ട് ഞാൻ ഊബർ എടുത്തിട്ടോ. ഊബർ എടുത്തപ്പോൾ ഉള്ള കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 223 രൂപ കാണിച്ച സ്ഥാനത്ത് പുള്ളി എടുത്ത് ഒറ്റ അടിക്ക് ഒരു 500 രൂപ ആവുന്നു. വേറെ ചോദ്യം പറച്ചിലൊന്നുമില്ല, 500 rupees ആവുന്നു. അല്ലെങ്കിൽ പറ്റില്ലാന്ന്, അവർക്ക് ഭയങ്കര ധാഷ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ക്യാൻസൽ ചെയ്യില്ല, അപ്പോൾ നിങ്ങൾ ക്യാൻസൽ ചെയ്യണ്ട. അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് അവർക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കംപ്ലയിൻറ്റ് ചെയ്യും, പറഞ്ഞപ്പോൾ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തോ. ഊബറിൽ കാണിച്ച പൈസക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരാളും ട്രിപ്പ് വരില്ല എന്ന് പുള്ളി ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അത് ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ഒന്ന് ഭയങ്കര ഓക്കെയാണ്. ഞാൻ രാവിലെ ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയതല്ലേ. ഇന്നലെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇന്ന് ക്ഷീണമൊന്നുമില്ല. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടുന്ന് ഇറങ്ങിയതാണ്. പുള്ളി ഉറപ്പിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് ഊബറിലും ഓലയിലും കാണിക്കുന്ന റേറ്റിൽ വണ്ടി കിട്ടില്ല എന്ന്. അടിപൊളി. അപ്പോൾ സംഭവം ഇത് ഇവിടുത്തെ എല്ലാവരുടെയും സ്ഥിരം പരിപാടി തന്നെ കേട്ടോ. ഞാൻ ഇവിടെ സൈഡിലൊരു ഓട്ടോക്കാരനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുള്ളി എന്നോട് ചോദിച്ചു എത്രയാണ് അതിനകത്ത് കാണിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു 150 രൂപയാണ് പറഞ്ഞു. അപ്പോൾ പുള്ളി പറയാണ് എന്തെങ്കിലും അധികം തരാൻ പറ്റുമെന്ന്. അപ്പോൾ പുള്ളിനെ എനിക്ക് ഇഷ്ടമായിട്ടോ, അതൊരു മര്യാദയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഏട്ടാ, 150 കാണിച്ച് 250 തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളീൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. കോയമ്പത്തൂർ നിങ്ങൾക്കറിയാലോ, ബസ്സിലായാലും ഓട്ടോയിലാണെങ്കിലും ഭയങ്കര സൗണ്ടിൽ പാട്ടുണ്ടാവും. പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. നമ്മുടെ KSRTC ബസ്സൊക്കെ പുറപ്പെടുന്ന ഗാന്ധിപുരത്തുള്ള ബസ് സ്റ്റാൻഡിലെത്തിട്ടോ. ഈ കോയമ്പത്തൂരും ഗാന്ധിപുരം നമുക്ക് പുത്തിരിയല്ല, ഒരുപാട് കാലം ആറാടിയ സ്ഥലമാണ് ഇതൊക്കെ. സ്ഥിരമായിട്ട് വന്നിരുന്നു ഇവിടെ. പണ്ട് ഞാൻ ഈ കമ്പ്യൂട്ടറൊക്കെ അസംബിൾ ചെയ്യുക, സർവീസ് ചെയ്യുക അതൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്സ് വാങ്ങാനൊക്കെ ഇവിടെയാണ് എപ്പോഴും വരിക കേട്ടോ, ഈ ഗാന്ധിപുരത്ത്. അതുപോലെ തന്നെ ആ കാലത്ത് തന്നെ ഈ ലേസർ പ്രിൻറ്റിങ്, ഈ വിസിറ്റിംഗ് കാർഡ്സൊക്കെ പ്രിൻറ്റ് ചെയ്യാനുള്ള വർക്ക് എടുക്കുമായിരുന്നു. അപ്പോൾ ലേസർ പ്രിൻറ്റിങ് നമ്മുടെ കേരളത്തിലൊക്കെ വരുന്നതിന് മുമ്പ് കോയമ്പത്തൂർ വന്നിരുന്നു. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയും ഇവിടെ വരും. അങ്ങനെ സ്ഥിരമായിട്ട് കോയമ്പത്തൂർ വന്നിരുന്നതാണ്. കോയമ്പത്തൂരിനോട് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. എന്തായാലും കോയമ്പത്തൂരത്തെ ഊബറും ഓലയും ചതിച്ചു. അപ്പം ഇനി എപ്പോഴാണ് നാട്ടിലേക്കുള്ള ബസ് നോക്കട്ടെ കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബസ് കിട്ടിയിട്ടോ. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് നാട്ടിലേക്ക് പുറപ്പെട്ടു. പണ്ടും ഇപ്പോഴും സ്ഥിരമായിട്ട് കോയമ്പത്തൂർക്ക് വരാറുണ്ടെങ്കിലും ബസ്സിൽ കോയമ്പത്തൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നത് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. KSRTCയിൽ പുറത്തേക്ക് നോക്കിയിരുന്നുകൊണ്ട് നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. അതും ആ ഒരു ഈവനിങ് സമയമായതുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ ഈ ഒരു ജപ്പാൻ ട്രിപ്പ് ഈ ഒരു യാത്രയോടുകൂടി അവസാനിക്കുകയാണ്. റൂട്ട് റെക്കോർഡ്സിൻ്റെ പതിവ് യാത്രകളെ പോലെ ആയിട്ടില്ല ജപ്പാനിലെ യാത്ര എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് ഈ വില്ലേജുകളിലൊക്കെ ഒന്നും നമുക്ക് കാര്യമായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് ജപ്പാനെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. പിന്നീട് ഒരിക്കലും അങ്ങനെ വീണ്ടും പോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. പേഴ്സണലി എനിക്ക് നല്ല ഒരുപാട് അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ തന്ന ഒരു യാത്ര തന്നെയായിരുന്നു ജപ്പാൻ യാത്ര. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു യാത്ര സീരീസിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.